Hi and welcome back to my class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു പോർഷനിലെ കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ എന്ന് പറയുന്ന രണ്ട് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലൂടെ കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കമ്മ്യൂണിറ്റി എന്നാൽ എന്താ, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ സൊസൈറ്റി നമ്മൾ പഠിച്ചു. അപ്പൊ സൊസൈറ്റിക്ക് അകത്താണ് കമ്മ്യൂണിറ്റി, സോഷ്യൽ ഗ്രൂപ്പ് ഇതെല്ലാം വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഏതൊരു വ്യക്തിയും ജനിക്കുമ്പോൾ ഒരു സമൂഹത്തിന്റെ ഭാഗമായാണ് അവൻ, അല്ലെങ്കിൽ ഒരു ബേസിക്കലി അവൻ ഫാമിലി എന്ന് പറയുന്ന സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അതിലൂടെ അവൻ ഒരു സമൂഹത്തിന്റെ ഭാഗമാകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സമൂഹത്തിനകത്ത് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി നിൽക്കുന്നത്. കമ്മ്യൂണിറ്റി സമൂഹം എങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ എന്താണെന്നുള്ളതൊക്കെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ കമ്മ്യൂണിറ്റി can be described as the total population occupying a continuous territory bound by shared interests and mutual interactions. It is a social organization that reflects collective life characterized by a shared sense of belonging and solidarity. അപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ ഉണ്ട്, അല്ലെ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് അവിടെ. എന്താണ്? സംഘടിതം അല്ലെങ്കിൽ പങ്കിട്ട താല്പര്യങ്ങളാലും പരസ്പര ഇടപെടലുകളാലും ബന്ധിതമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ടെറിട്ടറിക്കകത്ത് കഴിയുന്ന ആൾക്കാരുടെ ഒരു കൂട്ടത്തെ കമ്മ്യൂണിറ്റി എന്ന് നിർവചിക്കാം. ഓക്കെ, ഇതൊരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ കളക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കൂട്ടായിട്ട് നമ്മൾ ഒന്നാണ്, നമ്മൾക്ക് എന്താണ്, നമ്മൾ ഒരേപോലെ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള സെൻസ് ഓഫ് ബിലോങ്ങിങ്ങോട് കൂടി കഴിയുന്ന ആൾക്കാരുടെ ഒരു കൂട്ടമാണ് കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് പറയാം. ഒരു പർട്ടിക്കുലർ ടെറിട്ടറിക്കകത്ത് കഴിയുന്ന നമ്മൾ ഒന്നാണ് എന്ന്, അല്ലെങ്കിൽ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ആൾക്കാരുടെ ഒരു കളക്ഷൻ ആണ് കമ്മ്യൂണിറ്റിക്കകത്തുള്ളത്. അതാണ് കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് പറയാം. പക്ഷെ നിങ്ങൾ നോക്കൂ, സൊസൈറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്കകത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ ടെറിട്ടറി എന്ന് പറഞ്ഞൊരു ടെറിട്ടറി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഇതൊക്കെ പർട്ടിക്കുലർ ടെറിട്ടറി ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ് ഒക്കെ കുറെ കൂടി കൂടുതലായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കമ്മ്യൂണിറ്റിക്കകത്താണ്. ഈ കമ്മ്യൂണിറ്റി ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റി ഒക്കെ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. ഈ കമ്മ്യൂണിറ്റികളെല്ലാം, അല്ലെങ്കിൽ നിരവധി കമ്മ്യൂണിറ്റികളും നിരവധി സോഷ്യൽ ഗ്രൂപ്പുകളും എല്ലാം കൂടി ചേർന്ന് നമുക്ക് ഒരു സൊസൈറ്റിക്കകത്ത് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഒരു സമൂഹത്തിനകത്ത് നിരവധി സോഷ്യൽ ഗ്രൂപ്പുകളും നിരവധി കമ്മ്യൂണിറ്റികളും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ കമ്മ്യൂണിറ്റിയെ സൊസൈറ്റിയിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത് അവിടെ സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെയുണ്ട്. ഒരു പർട്ടിക്കുലർ ടെറിട്ടറിക്കകത്ത് നമ്മൾ ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റോട് കൂടി, ഷെയർഡ് ഇൻട്രസ്റ്റോട് കൂടി, മ്യൂച്വൽ ഇന്ററാക്ഷനോട് കൂടി, മ്യൂച്വൽ ഇന്ററാക്ഷൻ ഒക്കെ സൊസൈറ്റിയിലും ഉണ്ട്, പക്ഷെ എല്ലാം ഈ കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ അത് ഹൈ ആണ്. അത്തരത്തിൽ നമ്മൾ ഒന്നാണ് എന്നുള്ള ലെവലിൽ ഒരു ഷെയർഡ് ഇൻട്രസ്റ്റോട് കൂടി കഴിയുന്ന ആൾക്കാരുടെ ഒരു കൂട്ടമാണ് കമ്മ്യൂണിറ്റി. ക്ലിയർ ആയില്ലേ? ഇപ്പൊ കമ്മ്യൂണിറ്റി സൊസൈറ്റി എങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ആസ് ഡിഫൈൻഡ് ബൈ മാക്കേവർ ആൻഡ് പേജൻ. മാക്കേവർ ആൻഡ് പേജിന്റെ അഭിപ്രായത്തിൽ അവർ കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഈസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആർ capable of living life entirely within its structure. Communities serve as vital units where members experience joy, sorrow and social cohesion. ഇപ്പൊ മാക്കേവർ ആൻഡ് പേജിന്റെ അഭിപ്രായത്തിൽ അവർ ഡിഫൈൻ ചെയ്തത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടനയായിട്ടാണ് കമ്മ്യൂണിറ്റിയെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ആൾക്കാർ സന്തോഷവും സങ്കടവും സാമൂഹികമായിട്ടുള്ള അവരുടെ ഒരു ഐക്യമൊക്കെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഷെയർ ചെയ്യുന്നു എന്നാണ് മാക്കേവർ ആൻഡ് പേജ് കമ്മ്യൂണിറ്റിയുടെ സവിശേഷതയായിട്ട് എടുത്ത് പറയുന്നത്. നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ്. ഇപ്പൊ വ്യത്യസ്തമായിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബൊഗാർഡസിന്റെ ഡെഫിനിഷൻ ആണ്. ബൊഗാർഡസിന്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ്, അതൊരു സാമൂഹികമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് വിച്ച് സം ഡിഗ്രി ഓഫ് വി ഫീലിംഗ് ആൻഡ് ലിവിംഗ് ഇൻ എ ഗിവൺ ഏരിയ. ഒരു പർട്ടിക്കുലർ ടെറിട്ടറി, ഒരു ഗിവൺ ഏരിയക്കകത്ത് നമ്മൾ ഒന്നാണ് വി ഫീലിംഗോട് കൂടി കഴിയുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ആണ്, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കമ്മ്യൂണിറ്റി എന്നാണ് ബൊഗാർഡസ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓക്ബോൺ ആൻഡ് നിംകോഫിന്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിറ്റി ഈസ് ദ ടോട്ടൽ ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ ലൈഫ് വിത്ത് ലിമിറ്റഡ് ഏരിയ എന്നാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ടോട്ടൽ ഓർഗനൈസേഷൻ ഓഫ് സോഷ്യൽ ലൈഫ് വിത്തിൻ എ ലിമിറ്റഡ് ഏരിയ എന്നാണ് ഓക്ബോൺ ആൻഡ് നിംകോഫ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്തിനാ ഡിഫൈൻ ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി എന്നത് പരിമിതമായ പ്രദേശമുള്ള സാമൂഹിക ജീവിതത്തിന്റെ ഒരു മൊത്തം സംഘടനയാണ് കമ്മ്യൂണിറ്റി എന്നാണ് ഓക്ബോൺ ആൻഡ് നിംകോഫ് അഭിപ്രായപ്പെടുന്നത്. നെക്സ്റ്റ്, ഗിൻസ്ബർഗിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ബീയിങ്സ് ലിവിംഗ് ഇൻ എ കോമൺ ലൈഫ് ഇൻക്ലൂഡിംഗ് ഓൾ ദ ഡെഫിനിറ്റ് വെറൈറ്റി ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് റിലേഷൻഷിപ്സ്.
ആൻഡ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഗിൻസ്ബർഗ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ബന്ധങ്ങളുടെ അനന്തമായ വൈവിധ്യവും സങ്കീർണതകളും ഉൾപ്പെടുന്ന ഒരു പൊതുജീവിതം നയിക്കുന്ന സാമൂഹിക ജീവികളുടെ ഒരു കൂട്ടമാണ് കമ്മ്യൂണിറ്റി എന്നാണ് എന്താണ് ഗിൻസ്ബർഗ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് കിങ്സ്ലി ഡേവിസിന്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിറ്റി സ്മോളസ്റ്റ് ടെറിട്ടോറിയൽ ഗ്രൂപ്പ്. ഇപ്പൊ കിങ്സ്ലി ഡേവിസ് പറയുന്നത് എന്താണ്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ടെറിട്ടോറിയൽ ഗ്രൂപ്പാണ്, സ്മോളസ്റ്റ് ടെറിട്ടോറിയൽ ഗ്രൂപ്പാണ് ദാറ്റ് ക്യാൻ എംബ്രേസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ്. അതായത് സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്ട്സിനെയും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ടെറിട്ടോറിയൽ ഗ്രൂപ്പാണ് കമ്മ്യൂണിറ്റി എന്നാണ് കിങ്സ്ലി ഡേവിസ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻസ് എല്ലാം ഹൈലൈറ്റ് ദ റോൾ ഓഫ് ടെറിട്ടറി, ഷെയർഡ് ലൈഫ്, ഇന്റർകണക്റ്റഡ് relationships and fundamental aspects of community. അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് ആണ് ഇത്രയും നോക്കിയത് അല്ലെ. അപ്പൊ ഈ ഡെഫിനിഷൻസിലെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു കീ വേർഡ് അല്ലെങ്കിൽ കീ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ റോൾ ഓഫ് ടെറിട്ടറി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെറിട്ടറിക്ക് ഒരു പ്രാധാന്യമുണ്ട്. കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെറിട്ടറിക്ക് ഒരു റോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെറിട്ടറിക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഷെയർഡ് ലൈഫ് അല്ലെ, ഷെയർഡ് ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഒന്നാണെന്നുള്ളൊരു ഫീലിംഗോട് കൂടി തന്നെ ഷെയർഡ് ലൈഫിന് ഒരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഇന്റർ കണക്റ്റഡ് റിലേഷൻഷിപ്പിന് പ്രാധാന്യമുണ്ട്. ഇതൊക്കെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. കമ്മ്യൂണിറ്റി എന്താണെന്ന് നമ്മൾ നോക്കി, കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ നമ്മൾ നോക്കി അല്ലെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന എലമെന്റ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയുടെ ഘടകങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പ്രധാനമായും കമ്മ്യൂണിറ്റിയുടെ എലമെന്റ്സ് നാല് എലമെന്റ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിറ്റിക്ക് പ്രധാനമായും 4 എലമെന്റ്സ് ഉണ്ട് നമുക്ക് പറയാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, കണ്ടിന്യൂസ് ലാൻഡ് ഏരിയ, ഒരു പർട്ടിക്കുലർ ഗിവൺ ഏരിയ അല്ലെങ്കിൽ പർട്ടിക്കുലർ ടെറിട്ടറി കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ ആ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ തന്നെയാണ്. പുതുതായിട്ട് നമുക്കൊന്നുമില്ല, നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ്, കമ്പോസ് ഓഫ് പീപ്പിൾ അല്ലെ. കമ്മ്യൂണിറ്റിക്കകത്ത് എന്തുണ്ട്, ആളുകളുടെ ഒരു കമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, കോർപ്പറേഷൻ ടു സാറ്റിസ്ഫൈ നീഡ്സ്. ആൾക്കാർ എന്തിനാണ് ആ കമ്മ്യൂണിറ്റിയിൽ, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്, എന്തിനാണ് കമ്പോസ് ചെയ്യുന്നത്, അവർ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കോർപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഒരു പ്രവർത്തനപരമായിട്ടുള്ള ഒരു ഘടനയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായും ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു എലമെന്റ്സ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ കമ്മ്യൂണിറ്റിയെ നിലനിർത്തുന്നതും കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനക്ഷമതയെ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് ഈ നമ്മൾ പറഞ്ഞ ഈ 4 എലമെന്റ്സും. അല്ല, ഫസ്റ്റ് വൺ എന്താണ്, കണ്ടിന്യൂസ് ലാൻഡ് ഏരിയ. നമ്മൾ പറഞ്ഞു ഭൂമിശാസ്ത്രപരമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഒരു തുടർച്ചയായ ഭൗതിക മേഖല ആൾക്കാരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും അവരുടെ ഐക്യദാർഢ്യം ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഗിവൺ ഏരിയ അല്ലെങ്കിൽ പർട്ടിക്കുലർ ടെറിട്ടറി കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരിക്കും. അത് കമ്മ്യൂണിറ്റിയുടെ ഒരു ഘടകമാണ്, ഇമ്പോർട്ടന്റ് ഘടകമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് കമ്പോസ്ഡ് ഓഫ് പീപ്പിൾ. ആളുകളുടെ ഒരു കമ്പോസിഷൻ അവിടെ ഉണ്ട് അല്ലെ. സാമ്പത്തികവും സാംസ്കാരികവും വൈകാരികവുമായ പിന്തുണയ്ക്കായിട്ട് ആൾക്കാർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആശ്രയിക്കപ്പെടുന്നുണ്ട്. വ്യക്തികളും അവിടെ സാമൂഹിക ബന്ധങ്ങളും ഉൾപ്പെടുന്നതാണ് ഒരു സമൂഹം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റിക്കകത്ത് ആൾക്കാർ പരസ്പരം എന്താണ്, ആശ്രിതത്വത്തോടു കൂടിയാണ് കഴിയുന്നത് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്ന എലമെന്റ് കോർപ്പറേഷൻ ടു സാറ്റിസ്ഫൈ നീഡ്സ്. ആവശ്യങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അവിടെ തൃപ്തീകരിക്കപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് സഹകരിക്കുന്നു എന്നുള്ളതാണ്. സോ അതും ഒരു കമ്മ്യൂണിറ്റിയുടെ എലമെന്റ് ആയിട്ട് നമുക്ക് പറയാം. പങ്കിട്ട ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിനായിട്ട് അംഗങ്ങൾ സഹകരിക്കുന്ന ഒരു സഹകരണ സംവിധാനമായിട്ടും കമ്മ്യൂണിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? സംഘടനാപരമായിട്ടുള്ള ഒരു ഘടന കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റികൾ അവരുടെ പ്രവർത്തനത്തിനായിട്ട് അതായത് സ്കൂളുകൾ, മതകേന്ദ്രങ്ങൾ, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ള ഒരു കൂട്ടം സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അവിടെ ഇല്ലേ, ഉണ്ട് എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ അവരുടേതായിട്ടുള്ള ചില മൂല്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ എന്താണ്, അവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് അവരുടെ കമ്മ്യൂണിറ്റികൾ അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സ്കൂളുകള്, മതപരമായിട്ടുള്ള അല്ലെങ്കിൽ മതകേന്ദ്രങ്ങൾ, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് ആശ്രയിക്കുന്ന ഇതുപോലുള്ള ഒരു കൂട്ടം സംഘടനകളെ അല്ലെങ്കിൽ സംഘടനാപരമായ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ സംഘടനാപരമായ സ്ഥാപനങ്ങൾ അത് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലുള്ളതാണ്. സോ ആ ഒരു
ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആ കമ്മ്യൂണിറ്റിയുടെ എലമെന്റ് ആണ് തന്നെ നമുക്ക് നമ്മൾ ആ ഒരു എന്താണ് സംഘടന അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ആ ഒരു സ്ഥാപനങ്ങളെയൊക്കെ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കമ്മ്യൂണിറ്റിയുടെ ഒരു എലമെന്റ് ആണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് കൂടി നമുക്ക് പറയാം. അപ്പൊ ഇതാണ് പ്രധാനമായും എലമെന്റ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആണ്. കമ്മ്യൂണിറ്റിയിലെ വിവിധ തരങ്ങൾ എന്തൊക്കെയാണുള്ളതാണ്. അപ്പൊ കമ്മ്യൂണിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ their size, socio-political organization and economic activities. The major types include, അതായത് കമ്മ്യൂണിറ്റിയെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. അത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? കമ്മ്യൂണിറ്റിയെ നമ്മൾ അതിന്റെ സൈസ്, അതുപോലെ സോഷ്യോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, എക്കണോമിക് ആക്ടിവിറ്റി, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്മ്യൂണിറ്റിയെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അത് ഓരോന്നും എന്തൊക്കെയെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ല ഫസ്റ്റ് വൺ ദ വില്ലേജ് കമ്മ്യൂണിറ്റി. എന്താണ് ദ വില്ലേജ് കമ്മ്യൂണിറ്റി? അപ്പോൾ വില്ലേജ് കമ്മ്യൂണിറ്റി അതിന്റെ സവിശേഷതകൾ എന്താണ്? ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. അപ്പോൾ സാമൂഹിക സംഘടനയുടെ ഒരു ഏർലിയസ്റ്റ് അല്ലെങ്കിൽ ആദ്യകാല രൂപമായിട്ട് നമുക്ക് ഈ ഒരു വില്ലേജ് കമ്മ്യൂണിറ്റിയെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് സാമൂഹിക സംഘടനയുടെ ആദ്യകാല രൂപമാണിത്. താരതമ്യേന ചെറുതും പൊതുവായ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളും പങ്കിട്ട മാനദണ്ഡങ്ങളും ഒക്കെയാണ് ഈ വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ സവിശേഷതകളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. It's relatively small with a common geographical area and shared norms. And it's governed through local councils or പഞ്ചായത്ത്. അപ്പോൾ ഈ വില്ലേജ് കമ്മ്യൂണിറ്റി ഗവേൺ ചെയ്യുന്നത് ആരാണ്? ലോക്കൽ കൗൺസിൽസ് അല്ലെങ്കിൽ പഞ്ചായത്തുകളായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വില്ലേജ് കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആണ് ഇന്ത്യൻ റൂറൽ വില്ലേജസ്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകൾ അല്ലെ, അത് നമുക്ക് എന്താണ് നമ്മുടെ വില്ലേജ് കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. വേർ സോഷ്യൽ റിലേഷൻഷിപ്പ് ആർ പേഴ്സണൽ ആൻഡ് കൊഹസീവ്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് പേഴ്സണൽ ആണ്, അതുപോലെ തന്നെ ഭയങ്കര കൊഹേസീവ് ആയിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അപ്പൊ ഇന്ത്യൻ റൂറൽ വില്ലേജസ് വില്ലേജ് കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പൊ വില്ലേജ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് സാമൂഹിക സംഘടനയുടെ ആദ്യ രൂപമാണ് വില്ലേജ് കമ്മ്യൂണിറ്റീസ്. ഇത് റിലേറ്റീവ്ലി എങ്ങനെയാണ് ചെറുതായിരിക്കും, പൊതുവായിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഉണ്ടാവും, ഷെയർഡ് നോംസ് ഉണ്ടാവും വില്ലേജ് കമ്മ്യൂണിറ്റിക്ക്. ഇതൊക്കെയാണ് വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ സവിശേഷതകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സിറ്റി കമ്മ്യൂണിറ്റി ആണ്. എന്താണ് ദ സിറ്റി കമ്മ്യൂണിറ്റി? അപ്പൊ സിറ്റി കമ്മ്യൂണിറ്റിയുടെ സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് ഗ്രാമങ്ങളെക്കാൾ കുറെ കൂടി സങ്കീർണമായിട്ടുള്ള സാമൂഹിക ഘടനയുള്ളതും വലിപ്പം അല്ലെങ്കിൽ കുറച്ചുകൂടി ലാർജ് സൈസ് ഉള്ളതുമായിട്ടുള്ള കമ്മ്യൂണിറ്റികളാണ് സിറ്റി കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് പറയാം. It's larger in size with a more complex social structures than villages. Okay, and composed of various smaller communities, example neighborhoods or ethnic groups. അപ്പോൾ ഈ സിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ സിറ്റി കമ്മ്യൂണിറ്റിക്കകത്ത് താരതമ്യേന എന്താണ് വിവിധ കമ്മ്യൂണിറ്റികളുടെ ഒരു മിക്സ്ചർ നമുക്ക് കാണാനായിട്ട് കഴിയും, അല്ലെങ്കിൽ വിവിധ കമ്മ്യൂണിറ്റികൾ ചേർന്ന് നമുക്ക് സിറ്റി കമ്മ്യൂണിറ്റികൾ ഫോം ആകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ നെയ്ബർഹുഡ്സ്, അതുപോലെ തന്നെ ചില പർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പ്സുകൾ, ഇവരെല്ലാവരും കൂടി അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പുകൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു സിറ്റി കമ്മ്യൂണിറ്റി ഫോമുലേറ്റ് ചെയ്യാം. സോ അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവിധ കമ്മ്യൂണിറ്റികളുടെ ഒരു മിക്സ്ചർ നമുക്ക് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോഷ്യൽ റിലേഷൻഷിപ്സ് ആർ ഇംപേഴ്സണൽ ആൻഡ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ സിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇംപേഴ്സണൽ ആണ്, അതുപോലെ പരസ്പര താല്പര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് എന്നത് ഓർത്തിരിക്കുക. City community example, cities like Kolkata or Mumbai, which consist of distinct sub-communities such as slums, business districts and residential colonies. അപ്പോൾ ഇന്ത്യയിലെ കൊൽക്കത്ത, മുംബൈ പോലുള്ള സിറ്റീസ് ഇതൊക്കെ സിറ്റി കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ സബ് കമ്മ്യൂണിറ്റീസ്, പല ഡിസ്റ്റിങ്ക്റ്റ് ഓഫ് സബ് കമ്മ്യൂണിറ്റീസ് ഈ ഒരു കൊൽക്കത്ത അല്ലെങ്കിൽ മുംബൈ പോലുള്ള സിറ്റി കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ആ ഒരു അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. അപ്പൊ ഇത്തരം സിറ്റീസിലുള്ള മറ്റ് സബ് കമ്മ്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ചെറിയ സ്ലംസ് കമ്മ്യൂണിറ്റികൾ ഉണ്ട് അല്ലെ, ചേരിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ബിസിനസ് ഡിസ്ട്രിക്ട്സുകൾ ഉണ്ട്, അതിന്റെ ഒരു അല്ലെങ്കിൽ എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ റെസിഡൻഷ്യൽ കോളനീസുകൾ ഉണ്ട്. അപ്പൊ ഇത്തരം സബ് കമ്മ്യൂണിറ്റീസിന്റെ എല്ലാ ഒരു മിക്സ്ചർ നമുക്ക് ഈ ഒരു കൊൽക്കത്ത അല്ലെങ്കിൽ മുംബൈ പോലുള്ള സിറ്റിക്കകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ ഇതെന്താണ് ഒരു സിറ്റി കമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് ദ ഫ്യൂഡൽ കമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മൾ വില്ലേജ് കമ്മ്യൂണിറ്റി നോക്കി, സിറ്റി കമ്മ്യൂണിറ്റി നോക്കി, അടുത്തൊരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ആണ് എന്ത്? ഫ്യൂഡൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഫ്യൂഡൽ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ ഇറ ഓഫ് ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിന്റെ ആ ഒരു പീരീഡ് ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്യൂഡൽ കമ്മ്യൂണിറ്റി.
ബേസ്ഡ് ഓൺ ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് റിജിഡ് ക്ലാസ് ഹൈറാർക്കി. അതായത് വളരെ കർക്കശമായിട്ടുള്ള എന്താണ് ക്ലാസ് ഹൈറാർക്കി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്യൂഡൽ കമ്മ്യൂണിറ്റി എന്ന് പറയാം. ഇത് മെയിൻലി എന്താണ് ലാൻഡ് ഓണർഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും റിജിഡ് ക്ലാസ് ഹൈറാർക്കി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്യൂഡൽ കമ്മ്യൂണിറ്റി. എ ഫ്യൂഡൽ ലോർഡ് റൂൾഡ് ഓവർ ലാൻഡ്ലെസ് കൾട്ടിവേറ്റർ ആൻഡ് ഡിറ്റർമൈൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പൊ ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഫ്യൂഡൽ ലോർഡ് അല്ലെങ്കിൽ ഒരു ഫ്യൂഡലിസ്റ്റ് ഉണ്ടാകും, ഒരു ഹെഡ്. അയാൾ എന്താണ് ഭൂമിയുടെയൊക്കെ ഓണറാണ്. അയാൾ എന്ത് ചെയ്യും, അയാളുടെ ലാൻഡില് തൊഴിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഭൂമി ഇല്ലാത്ത തൊഴിലാളികളെ മേൽ അധികാരം കാണിക്കുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനൊരു എക്സാമ്പിൾ ഓഫ് ഫ്യൂഡൽ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമീന്ദാരി സിസ്റ്റംസ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് ഇറ. അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സെമീന്ദാരി സിസ്റ്റം ഒക്കെ നമ്മുടെ ഈ ഫ്യൂഡൽ കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നാഷൻ കമ്മ്യൂണിറ്റി ആണ്. അപ്പൊ ഈ നാഷൻ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു പങ്കിട്ട ഒരു നാഷണൽ ഐഡന്റിറ്റി, ദേശീയ സ്വത്വത്തിന്റെയും അതുപോലെ തന്നെ കൾച്ചറൽ വാല്യൂ, സാംസ്കാരിക മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയാണ് നാഷൻ കമ്മ്യൂണിറ്റി. ആൻഡ് ഇറ്റ് ഓഫൺ എമർജസ് ഫ്രം കളക്റ്റീവ് സ്ട്രഗിൾസ് ഓർ ഷെയർഡ് ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസ്. അപ്പൊ പലപ്പോഴും കൂട്ടായ സമരങ്ങളിൽ നിന്നോ പങ്കുവയ്ക്കപ്പെട്ട ചരിത്രാനുഭവങ്ങളിൽ നിന്നോ ഉയർന്നു വന്നതാവാം ഈ നാഷണൽ കമ്മ്യൂണിറ്റി എന്നും പറയുന്നുണ്ട്. അപ്പോൾ നാഷണൽ കമ്മ്യൂണിറ്റിക്കുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ എമർജൻസ് ഓഫ് ദ ഇന്ത്യൻ നാഷൻ ആസ് എ കമ്മ്യൂണിറ്റി ഡ്യൂറിംഗ് ദ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. അത് തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ നാഷണൽ കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലേ. സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരു സമൂഹമായി നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ ഒരു ഉദയം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രം ഉയർന്നു വന്നത്, അത് തന്നെ നമ്മുടെ നാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നാഷൻ കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് റൂറൽ കമ്മ്യൂണിറ്റീസ് ആണ്. ഈ റൂറൽ കമ്മ്യൂണിറ്റി നമ്മുടെ വില്ലേജ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ വില്ലേജ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആദ്യകാല രൂപമാണ് വില്ലേജ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ആദ്യകാല രൂപത്തിന് ഒരു എക്സാമ്പിൾ ആണ് വില്ലേജ് കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് അതുമായി ഒരു കണക്ഷൻ ഉണ്ട് റൂറൽ കമ്മ്യൂണിറ്റിക്ക് അല്ലെ. ഇപ്പൊ വില്ലേജ് എന്ന് പറയുന്നത് കൂടുതലും റൂറൽ ഏരിയ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലാണ് മെയിൻലി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മെയിൻലി ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ വില്ലേജ് കമ്മ്യൂണിറ്റി ആദ്യകാല ഫോം അല്ലെങ്കിൽ രൂപമാണെന്ന് പറയാം. അതിനുശേഷം എന്താണ് ആ ഒരു റൂറൽ ഏരിയയിലുള്ള ആ ഒരു സമൂഹത്തെ നമുക്ക് ഈ റൂറൽ കമ്മ്യൂണിറ്റി എന്നും ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഈ റൂറൽ കമ്മ്യൂണിറ്റിയുടെ സവിശേഷത എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ വില്ലേജ് കമ്മ്യൂണിറ്റി കമ്പാരിറ്റീവ്ലി ചെറുതാണ്, ആദ്യകാല രൂപമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ റൂറൽ കമ്മ്യൂണിറ്റി നിങ്ങൾ നോക്കുക, ബേസിക്കലി ഇവര് കൃഷിയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ ഈ റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വില്ലേജ് കമ്മ്യൂണിറ്റിയിൽ തന്നെ എല്ലാവരും കൃഷി ആസ്പദമാക്കി ജീവിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എന്താണ് കുറച്ചുകൂടി റൂറൽ ഏരിയയിലുള്ള ആൾക്കാര് അവരെന്ത് ചെയ്യും, അവർ മെയിൻലി കൃഷി ആസ്പദമാക്കി ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള നോംസുകളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിയുന്നവരുണ്ടാകും. അത്തരം കമ്മ്യൂണിറ്റിയാണ് നമ്മൾ റൂറൽ കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിതറിക്കിടക്കുന്ന കുടുംബാംഗങ്ങളാണ് മെയിൻലി ഈ ഒരു റൂറൽ കമ്മ്യൂണിറ്റിക്കകത്ത് ഉള്ളത് നമുക്ക് പറയാം. ഇറ്റ്സ് പോപ്പുലേറ്റഡ് ബൈ ഡിസ്പേഴ്സ്ഡ് ഹൗസ് ഹോൾഡ്സ് പ്രിഡോമിനന്റ്ലി അഗ്രികൾച്ചർ ബേസ്ഡ്. ഇപ്പൊ കാർഷിക വൃത്തിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചിതറിക്കിടക്കുന്ന കുടുംബാംഗങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹമാണ് റൂറൽ കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് ഹൈ റിലയൻസ് ഓൺ പ്രൈമറി ഒക്യുപ്പേഷൻസ് ലൈക്ക് ഫാമിംഗ് ആൻഡ് ലൈഫ് സ്റ്റോക്സ്. അതുപോലെ തന്നെ ഈ ഒരു സമൂഹങ്ങൾ റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കൃഷി, കന്നുകാലി വളർത്തൽ തുടങ്ങിയ പ്രാഥമിക തൊഴിലുകളെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഗവേൺഡ് ബൈ ഇൻഫോർമൽ കൺട്രോൾ ആൻഡ് ട്രഡീഷണൽ നോംസ്. അപ്പൊ ഈ റൂറൽ കമ്മ്യൂണിറ്റിയൊക്കെ ഗവേൺ ചെയ്യുന്നത് എന്താണ്, ഇൻഫോർമൽ ആയിട്ടുള്ള ചില സാമൂഹികമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ, കൺട്രോൾസും പാരമ്പര്യമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളും ഒക്കെയാണ്. ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ അഗ്രേറിയൻ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യൻ ഹിൻഡർലാൻഡ്സ്. സോ അതെന്താണ് റൂറൽ കമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് അർബൻ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അർബൻ കമ്മ്യൂണിറ്റീസ് ഇസ് അനദർ ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി. അപ്പോൾ അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കമ്പാരിറ്റീവ്ലി എന്താണ് റൂറൽ ഏരിയ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറെ കൂടി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളതും അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷനെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതുമായിട്ടുള്ള സമൂഹങ്ങളാണ് അല്ലെങ്കിൽ എന്താണ് ഒരു കമ്മ്യൂണിറ്റികളാണ് ഈ അർബൻ കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈവിധ്യമാർന്ന അല്ലെങ്കിൽ വൈവിധ്യങ്ങളെ മെയിൻലി സങ്കീർണമായ വൈവിധ്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നവരാണ് അർബൻ കമ്മ്യൂണിറ്റിയിലെ വ്യക്തികൾ അല്ലെങ്കിൽ അർബൻ കമ്മ്യൂണിറ്റീസ് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു തൊഴിൽ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ളതോ അല്ലെങ്കിൽ കാർഷിക വൃത്തിയെയോ മാത്രം ആശ്രയിക്കാണ്ട് വൈവിധ്യങ്ങളായിരുന്നു ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള
തൊഴിലുകൾ, വൈവിധ്യമാർന്ന അല്ലെങ്കിൽ സങ്കീർണമായ വൈവിധ്യങ്ങൾ നിറഞ്ഞ തൊഴിലവസരങ്ങളൊക്കെ ഇവർക്ക് അർബൻ കമ്മ്യൂണിറ്റീസിലുണ്ട്. സോ അതിനെയൊക്കെ ആശ്രയിച്ച് കഴിയുന്ന സമൂഹമാണ് അർബൻ കമ്മ്യൂണിറ്റീസിലുള്ളത്. ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആർ സെക്കൻഡറി ആൻഡ് ഇമ്പേഴ്സണൽ. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർബൻ കമ്മ്യൂണിറ്റീസിലെ സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് കുറെ കൂടി വ്യക്തിത്വമില്ലാത്ത അല്ലെങ്കിൽ ഇമ്പേഴ്സണൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ സെക്കൻഡറി ആയിട്ടുള്ളതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ സാമൂഹിക ബന്ധങ്ങൾക്ക് ഒരു സെക്കൻഡറി പൊസിഷൻ ആണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക അർബൻ കമ്മ്യൂണിറ്റീസില്. ആൻഡ് ഗവേൺഡ് ബൈ ഫോർമൽ സിസ്റ്റംസ് ഓഫ് ലോക്കൽ ഗവേണൻസ്. അപ്പൊ അർബൻ കമ്മ്യൂണിറ്റിയെ ഗവേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോർമൽ സിസ്റ്റംസ് അല്ലെങ്കിൽ ലോക്കൽ ഗവേണൻസ് അല്ലെ എന്താണ് നിയമങ്ങൾ, ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം സൃഷ്ടിക്കപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ ഫോർമലായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിക്ക് എന്താണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളാലാണ് എന്ത് ചെയ്യുന്നത് അർബൻ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നത് ഗവേൺ ചെയ്ത് പോകുന്നത് എന്ന് നമുക്ക് പറയാം. അർബൻ കമ്മ്യൂണിറ്റീസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ സിറ്റീസ് സച്ച് ആസ് ബാംഗ്ലൂരു, ഡൽഹി, ഇതൊക്കെ അർബൻ കമ്മ്യൂണിറ്റീസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. സോ അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലെ, സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും മനുഷ്യർക്ക് ഒരു സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സാംസ്കാരികവും വൈകാരികവുമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റികൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്താണ് കമ്മ്യൂണിറ്റികൾ അത്യന്താപേക്ഷിതമാണ്. ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ മനുഷ്യ നാഗരികതയുടെ അടിത്തറയായി പ്രവർത്തിക്കുകയും സാമ്പത്തികവും സാമൂഹികവും സാങ്കേതികവുമായ മാറ്റങ്ങളോടുള്ള പ്രതികരണമായിട്ട് പരിണമിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കമ്മ്യൂണിറ്റികളുടെ ഘടനയും തരങ്ങളും ടൈപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വരുന്ന അല്ലെങ്കിൽ മനുഷ്യർ പല സന്ദർഭങ്ങളിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന സാമൂഹിക ക്രമീകരണങ്ങൾ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിർണായകമായി മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അസോസിയേഷൻ ആണ്. നമ്മളിങ്ങനെ അസോസിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രത്യേക ഉദ്ദേശത്തിനോ പരിമിതമായ ലക്ഷ്യങ്ങൾക്കോ വേണ്ടി രൂപീകരിച്ച വ്യക്തികളുടെ സംഘടിത ഗ്രൂപ്പാണ് അസോസിയേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ പങ്കിട്ട താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ നിറവേറ്റാൻ ലക്ഷ്യമിട്ടുള്ള അംഗീകരിച്ച നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഘടനാപരമായിട്ടുള്ള സ്ഥാപനമാണ് അസോസിയേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ അസോസിയേഷനുകളുടെ ഉദാഹരണങ്ങളിൽ ഇപ്പൊ ഫാമിലി ഗ്രൂപ്പുകൾ, ട്രേഡ് യൂണിയനുകൾ, അതുപോലെ തന്നെ മ്യൂസിക് ക്ലബ്ബുകൾ, അതുപോലെ റെഡ് ക്രോസ് പോലുള്ള സംഘടനകൾ, ഇതെല്ലാം നമുക്ക് അസോസിയേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാൻ കഴിയും. അപ്പൊ അസോസിയേഷനുകൾക്ക് അവയുടെ ഉദ്ദേശം, വ്യാപ്തി, ഓർഗനൈസേഷൻ എന്നിവയെ അടിസ്ഥാനമാക്കി അസോസിയേഷൻസ് എന്ത് ചെയ്യപ്പെടും? വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻ അസോസിയേഷൻ ഈസ് ആൻ എന്താണ് ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫോംഡ് ഫോർ എ specific purpose or a limited set of objectives. It is a structured entity that operates based on agreed rules and regulations aimed at fulfilling shared interests or goals. For example of associations include family groups, trade unions, music clubs, and organizations like the Red Cross. Associations can vary based on their purpose, scope, and organizations. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻസ് ഓഫ് അസോസിയേഷൻ ആണ്. ഇപ്പോൾ ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ പലതരത്തിൽ ഈ ഒരു കോൺസെപ്റ്റിനെ, അസോസിയേഷൻ എന്ന കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അല്ല പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ അല്ലെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ മാക്കേവർ പറഞ്ഞ ഡെഫിനിഷൻ ആണ്. മാക്കേവർ പറയുന്നത് അസോസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഡെലിബറേറ്റ്ലി ഫോംഡ് ഫോർ ദ കളക്റ്റീവ് പർസ്യൂട്ട്സ് ഓഫ് സം ഇൻട്രസ്റ്റ് ഓർ സെറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ദ മെമ്പർ ഓഫ് ഇറ്റ്സ് ഷെയർ ടേംഡ് ആസ് ആൻ അസോസിയേഷൻ. അപ്പോൾ എന്താണ് മാക്കേവർ പറയുന്നത് എന്താണ്? അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ ഭാഗമെന്ന നിലയിൽ, ഒരു അസോസിയേഷന്റെ ഭാഗമെന്ന നിലയിൽ എന്താണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമെന്ന നിലയിൽ അംഗങ്ങൾ പങ്കിടുന്ന ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ താല്പര്യങ്ങളുടെ ചില കൂട്ടായ പരിശ്രമത്തെ മനഃപൂർവ്വമായിട്ട് രൂപീകരിക്കുന്ന ഒരു സംഘടനയെ, ഇതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? അസോസിയേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ്? അംഗങ്ങൾ മനഃപൂർവ്വമായിട്ട് ഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ അംഗങ്ങൾ അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടായി പരിശ്രമിക്കുന്നതിനെയോ അല്ലെങ്കിൽ അംഗങ്ങളുടെ പങ്കിട്ടുള്ള അല്ലെങ്കിൽ പങ്കിടുന്ന ചില താല്പര്യങ്ങളെയോ, ഇതിനെയെല്ലാം കളക്റ്റീവ് പെർസ്യൂട്ട്സ് ഓഫ് സം ഇൻട്രസ്റ്റ്, ഇതിനെയെല്ലാം നമുക്ക് എന്താണ് അസോസിയേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഗിൻസ്ബർഗ് പറയുന്നത് അസോസിയേഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ബീയിങ് റിലേറ്റഡ് ടു വൺ അനദർ ബൈ ദ ഫാക്ട് ദാറ്റ് ദേ പൊസസ് ഓർ ഹാവ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ കോമൺ ആൻഡ് ഓർഗനൈസേഷൻ വിത്ത് എ വ്യൂ ടു സെക്യൂറിംഗ് സ്പെസിഫിക് എയിംസ്. ഗിൻസ്ബർഗിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനായി എന്താണ്
കൈവശം വയ്ക്കുകയോ പൊതുവായി സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ടോ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന സാമൂഹിക ജീവികളുടെ ഒരു കൂട്ടമാണ് അസോസിയേഷൻ എന്നൊക്കെയാണ് ഗിൻസ്ബർഗ് അസോസിയേഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ബീയിങ് റിലേറ്റഡ് ടു വൺ അനദർ. ഇത് എന്താണ്, ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. അവിടെ എന്താണ്, ആൾക്കാർ ഒരാളെ മറ്റൊരാളായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ബൈ ദ ഫാക്ട് ദാറ്റ് ദേ possess or have institute in common and organization with a view to securing specific end. ഒരു പർട്ടിക്കുലർ എൻഡിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ആൾക്കാർ പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ എന്താണ് റിലേറ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ബീയിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസോസിയേഷൻ എന്ന് പറയുന്നത്. ഗിൻസ്ബർഗ് അസോസിയേഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. GDH കോൾഡ് അഭിപ്രായത്തിൽ അദ്ദേഹം അസോസിയേഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്, അസോസിയേഷൻ any group of persons pursuing a common purpose by a cause of cooperative action extending beyond a single act, and for this purpose agreeing together upon certain methods of procedure and laying down in however rudimentary a form rule for common action. ഇപ്പൊ GDH കോൾഡ് അഭിപ്രായത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്, അസോസിയേഷൻ എന്നതുകൊണ്ട് അദ്ദേഹം മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവർത്തനത്തിന് അപ്പുറത്തുള്ള സഹകരണ പ്രവർത്തനത്തിലൂടെ ഒരു പൊതു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പൊതു ലക്ഷ്യത്തെ പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് പിന്തുടരുന്ന ഒരു കൂട്ടം വ്യക്തികളെയാണ് അസോസിയേഷൻ എന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്തു വെക്കുന്നത്. ആൻഡ് ഈ ആവശ്യത്തിനായിട്ട് ചില നടപടിക്രമങ്ങൾ അംഗീകരിക്കുക, അത്തരം വ്യക്തികൾ എന്താണ് അവരുടെ ഒരു പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചില നടപടിക്രമങ്ങൾ അംഗീകരിക്കുകയും അടിസ്ഥാനപരമായ ഒരു രൂപത്തിലെങ്കിലും അതിനെന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുകയും സോ അതിലൂടെ ഒരു പൊതുവായ പ്രവർത്തനത്തിനുള്ള ഒരു നിയമം അവിടെ ചിട്ടപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് GDH കോൾഡ് അഭിപ്രായത്തിൽ അസോസിയേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അസോസിയേഷന്റെ സവിശേഷതകളാണ്. ഫസ്റ്റ് വൺ, കോൺക്രീറ്റ് സ്ട്രക്ചർ. അപ്പൊ അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, കോൺക്രീറ്റ് സ്ട്രക്ചറിലുള്ളതാണ്. ഓക്കെ, അപ്പൊ അതായത് അസോസിയേഷനുകൾ ഒരു പൊതു ആവശ്യത്തിനായിട്ട് സംഘടിപ്പിക്കപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളുന്നതാണ്. സോ ഇവിടെ ഒരു നിർദ്ദിഷ്ട ചുമതലകൾ നിറവേറ്റുന്നതിനായി ഒരു ഘടനാപരമായിട്ടുള്ള ഒരു എൻറ്റിറ്റി ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു കോൺക്രീറ്റ് ഫോമിലുള്ളതാണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷൻസ്. ഇതെന്താണ്, ഇതൊരു സംഘടനാപരമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് ഒരു ഓർഗനൈസേഷൻ ആണ് അസോസിയേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അതായത് സ്ഥാപിതമായിട്ടുള്ള ഒരു സംഘടനയാണ് അസോസിയേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ അസോസിയേഷനുകൾ ഔപചാരിക സ്വഭാവമുള്ളവയാണ്. ഇവിടെ നിർവചിക്കപ്പെട്ട അംഗത്വവും ശ്രേണിയും ഒക്കെ എന്താണ് നമുക്ക് ഈ ഒരു അസോസിയേഷനകത്ത് കാണാനായിട്ട് കഴിയും. അവിടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ അവിടെ അല്ലെങ്കിൽ അസോസിയേഷൻ ഹെഡ്, അവിടെ ഒരു ഹെഡിന് എന്താണ് ഒരു സെക്രട്ടറി, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി, ഇങ്ങനെ ഒരു ഹയറാർക്കി നമുക്കിവിടെ കാണാൻ കഴിയും. അടുത്തൊരു സവിശേഷത പ്രീ ഡിറ്റർമൈൻഡ് എയിംസ്. അസോസിയേഷൻ എന്താണ് ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു അസോസിയേഷൻ എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത്. എല്ലാ അസോസിയേഷനുകളും അവരുടെ രൂപീകരണത്തെ നയിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു എയിമാലായിരിക്കും ഏതൊരു അസോസിയേഷൻ എന്ത് ചെയ്യപ്പെടുന്നത്, നയിക്കപ്പെടുന്നത്. അപ്പൊ ഏതൊരു അസോസിയേഷനും അവരുടേതായിട്ടുള്ള ചില എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആൻഡ് അത് അതിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയാം. ഫോർത്ത് വൺ, വോളണ്ടറി പാർട്ടിസിപ്പേഷൻ. അപ്പൊ അസോസിയേഷനിൽ ഇവിടെ എന്താണ്, ഇവിടെ സന്നദ്ധമായിട്ടുള്ള ഒരു പങ്കാളിത്തം എന്താണ് അസോസിയേഷനിൽ ആവശ്യമാണ്. ഒരു അസോസിയേഷന്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ എയിം അച്ചീവ് ചെയ്യാനാണ് അതിലെ ഭാഗമാകുന്നത്. അപ്പൊ അവിടെ എന്താണ് ആ അസോസിയേഷന്റെ ഭാഗമാകുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും അവിടെ ഒരു വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. സന്നദ്ധമായിട്ടുള്ള ഒരു പങ്കാളിത്തം വേണം എന്നുള്ളതാണ്. അംഗത്വം പൊതുവെ സ്വമേധയാ ഉള്ളതാണ്. എന്നിരുന്നാലും ചില അനിയന്ത്രിതമായ അസോസിയേഷനുകൾ നിലവിലുണ്ടെന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിനായിട്ട് റെഗുലേറ്ററി ബോഡികൾ പോലെയുള്ള സർക്കാർ നിർബന്ധിത സംഘടനകൾ. ഇവിടെയൊക്കെ എന്താണ് നമ്മൾ അംഗമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നിയന്ത്രിക്കുന്നതും അനിയന്ത്രിതമായിട്ടുള്ള അസോസിയേഷനുകളൊക്കെ എന്താണ് നിലവിലുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. സോ എന്താണ് അവിടെ ഒരു വോളണ്ടറി പാർട്ടിസിപ്പേഷനും ഉണ്ട് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഒരു അസോസിയേഷനിലെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഔപചാരികമായ നിയമങ്ങളും പെരുമാറ്റ ചട്ടങ്ങളും അതുപോലെ തന്നെ ഒക്കെ അസോസിയേഷനകത്ത് ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും അസോസിയേഷനുകളെ അല്ലെങ്കിൽ ഇത്തരം ഔപചാരികമായ നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും ഒക്കെ ആയിരിക്കും ഒരു അസോസിയേഷനെ എപ്പോഴും നിയന്ത്രിക്കുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും ആ അസോസിയേഷന്റെ ഭാഗമാകുന്ന ഓരോ വ്യക്തി എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അംഗങ്ങൾ എപ്പോഴും എന്താണ് ഒരു അസോസിയേഷന്റെ ഭാഗമാകുന്ന അംഗങ്ങൾ എപ്പോഴും ഈ നിയന്ത്രണങ്ങൾക്ക് അല്ലെങ്കിൽ നിയമങ്ങൾക്ക് വിധേയമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് അസോസിയേഷൻ ആണ്. അസോസിയേഷൻ can be classified based on the mode of
ഫോർമേഷൻ ആൻഡ് പർപ്പസ്. അപ്പൊ രൂപീകരണ രീതിയും ഉദ്ദേശവും അനുസരിച്ച് അസോസിയേഷനുകളെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. അതിൽ ഫസ്റ്റ് വൺ വോളണ്ടറി അസോസിയേഷൻ, സന്നദ്ധ എന്താണ് അസോസിയേഷൻ, സന്നദ്ധ സംഘടനകൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ വോളണ്ടറി അസോസിയേഷൻസ്. അപ്പൊ ഇവിടെ മെമ്പേഴ്സ് ഡോണ്ട് വില്ലിംഗ്ലി ബേസ്ഡ് ഓൺ ഷെയർഡ് ഇൻട്രസ്റ്റ് ഓൺ ഒബ്ജക്റ്റീവ്സ്. അതായത് ഈ വോളണ്ടറി അസോസിയേഷനിൽ ആൾക്കാർ എന്താണ്, അവര് പങ്കിട്ട താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ അടിസ്ഥാനമാക്കി അംഗങ്ങൾ സ്വമേധയാ ഈ ഒരു അസോസിയേഷനിൽ വന്ന് ചേരുന്നു. ആൻഡ് ഇതിന്റെ എക്സാമ്പിൾ ക്രിക്കറ്റ് ക്ലബ്ബ്, മ്യൂസിക് സൊസൈറ്റീസ് ആൻഡ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, NGOs, ഇതൊക്കെ എന്താണ് വോളണ്ടറി അസോസിയേഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇൻവോളണ്ടറി അസോസിയേഷൻസ്. അപ്പൊ എന്താണ് ഇൻവോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുന്നത്? സ്വമേധയാ ഉള്ള സംഘടനകൾ. ഈ സ്വമേധയാ ഉള്ള സംഘടനകൾ എന്ന് പറയുന്നത് അംഗങ്ങളുടെ വ്യക്തമായ സമ്മതമില്ലാതെ രൂപീകരിച്ചതാണ്. പലപ്പോഴും ആവശ്യകതയിൽ നിന്നുമാണ് ഈ ഇൻവോളണ്ടറി അസോസിയേഷൻ, സ്വമേധയാ ഉള്ള സംഘടനകൾ എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫോർമുല വിത്തൗട്ട് മെമ്പേഴ്സ് എക്സ്പ്ലിസിറ്റ് കൺസെന്റ്, ഓഫൻ അറൈസിംഗ് ഔട്ട് ഓഫ് നെസസിറ്റി ഓർ ഒബ്ലിഗേഷൻ. The example of involuntary association is governmental associations like regulatory bodies or the relationship between citizens and state. സോ ഇതൊക്കെ എന്താണ്, നമുക്ക് ഇൻവോളണ്ടറി അസോസിയേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. നെക്സ്റ്റ് ട്രേഡ് അസോസിയേഷൻസ് ആണ്. ട്രേഡ് അസോസിയേഷൻസ് ഫോംഡ് ബൈ ഇൻഡിവിജ്വൽസ് വർക്കിംഗ് വിത്തിൻ എ സ്പെസിഫിക് സെക്ടർ ഓർ ഇൻഡസ്ട്രി ടു പ്രൊമോട്ട് കോമൺ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ്, വർക്ക് യൂണിയൻസ് എക്സെട്ര. അപ്പൊ എന്താണ് ട്രേഡ് യൂണിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയിൽ വ്യവസായത്തിലോ പ്രവർത്തിക്കുന്ന വ്യക്തികൾ രൂപീകരിച്ച പൊതുവായ പ്രൊഫഷണൽ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അസോസിയേഷൻസുകളാണ് എന്തെന്ന് പറയുന്നത്, ട്രേഡ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ചേംബർ ഓഫ് കൊമേഴ്സ്, തൊഴിലാളി യൂണിയനുകൾ, ഇതൊക്കെ എന്താണ് ട്രേഡ് അസോസിയേഷൻസ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. While association and institutions may appear similar, they differ significantly in purpose, structure and function. അപ്പൊ എന്താണ് അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ് ഒരേപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസോസിയേഷൻ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കൊള്ളട്ടെ, അതിന്റെ പർപ്പസ്, സ്ട്രക്ചർ, ഫംഗ്ഷനിങ് അതൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. സോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അസോസിയേഷനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അസോസിയേഷന്റെ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർഗനൈസ്ഡ് ഫോർ എ സ്പെസിഫിക് എയിം, അല്ലെ. അതായത് ഒരു പർട്ടിക്കുലർ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സംഘടിക്കുന്നു. The people, group of people organized for a specific aim, അതാണ് അസോസിയേഷൻ. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഫോർമൽ രീതിയിലുള്ളത്, അല്ലെങ്കിൽ ഇൻഫോർമൽ ആകാൻ ചിലപ്പോൾ അത് ഫോർമൽ സിസ്റ്റം ഓഫ് സോഷ്യൽ കൺട്രോളും ആകാം എന്നുള്ളതാണ്. ആൻഡ് ഫോർമേഷൻ, അസോസിയേഷന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഫോംഡ് ഡെലിബറേറ്റ്ലി ബൈ ഇൻഡിവിജ്വൽസ്, അല്ലെ. എന്താണ് അത് വ്യക്തികളുടെ താല്പര്യപ്രകാരം അത് ഫോർമുലേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇവോൾവ്സ് ഓവർ ടൈം ബേസ്ഡ് ഓൺ കൾച്ചറൽ നോംസ്, സാംസ്കാരികമായിട്ടുള്ള മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. പിന്നെ മെമ്പർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഇറ്റ്സ് ഇൻക്ലൂഡ്സ് ഡെഫൈൻഡ് മെമ്പർഷിപ്സ്, അല്ലെ. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഡസ് നോട്ട് റിലേ ഓൺ എക്സ്പ്ലിസിറ്റ് മെമ്പർഷിപ്പ്. ആൻഡ് പർപ്പസ് സ്പെസിഫിക് ഗോൾസ്, അല്ലെ. പെർസ്യൂസ് സ്പെസിഫിക് ഗോൾസ് എന്നുള്ളതാണ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. അതായത് പർട്ടിക്കുലർ ഗോൾ എന്ത് ചെയ്യുക, പെർസ്യൂ ചെയ്യുക, അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അസോസിയേഷന്റെ പർപ്പസ്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റെപ്രസെന്റ് കൾച്ചറൽ ഓർ സൊസൈറ്റൽ വാല്യൂസ്, സാമൂഹികവും സാംസ്കാരികപരമായിട്ടുള്ള മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് റൂൾസ് ഇൻ അസോസിയേഷൻ ഇസ് ഗവേൺഡ് ബൈ ഫോർമൽ കോഡ്സ് ഓഫ് കണ്ടക്ട്. ഫോർമൽ കോഡ്സ് ഓഫ് കണ്ടക്ട് ഗവേൺഡ് ബൈ ഫോർമൽ കോഡ്സ് ഓഫ് കണ്ടക്ട്. ഫോർമൽ ആയിട്ടുള്ള ചില കോഡ്സ് ഓഫ് കണ്ടക്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അസോസിയേഷൻ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഗവേൺ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ബേസ്ഡ് ഓൺ ഇൻഫോർമൽ ട്രഡീഷൻസ് ഓഫ് ഫോർമൽ ലോസ്. ഇപ്പൊ ഇൻഫോർമൽ ആയിട്ടുള്ള പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ഫോർമൽ ആയിട്ടുള്ള നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യപ്പെടാം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൂൾ ചെയ്യപ്പെടാം. ആൻഡ് എക്സാമ്പിൾ ഓഫ് അസോസിയേഷൻ ഈസ് ട്രേഡ് യൂണിയൻ, NGO, etc. ആൻഡ് എക്സാമ്പിൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫാമിലി, മാരേജ്, റിലീജിയൻ ആൻഡ് റിലീജിയസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ്, കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അസോസിയേഷനെ കുറിച്ചിട്ടൊക്കെയാണ്. കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ, അതിന്റെ സവിശേഷതകൾ, ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി നോക്കി, അതുപോലെ അസോസിയേഷന്റെ ഡെഫിനിഷൻ, അതിന്റെ എന്താണ് ടൈപ്പുകൾ നോക്കി, അല്ലെ. അതിനുശേഷം നമ്മൾ അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്, ഈ രണ്ട് കോൺസെപ്റ്റുകളും തമ്മിൽ ചിലർക്ക് മാറിപ്പോകാം. അതുകൊണ്ടാണ് അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ഒരു ടേബിൾ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടെ പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നന്നായിട്ട് പഠിക്കാൻ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.